ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. അറിയാം, അല്പം വൈകിയാണ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ആഴ്ച വിഷു ആയിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ നാരായണി കുടുംബത്തിലെ എല്ലാവർക്കും വിഷു ആശംസകൾ. നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ മോന് വെക്കേഷൻ ആണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ കുറച്ച് തിരക്കുകളിൽ എനിക്ക് വിചാരിച്ചതുപോലെ വീഡിയോ എടുക്കാൻ ഇരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ 60 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 61ാമത്തെ ദശകമാണ്. അപ്പോൾ 56ാമത്തെ ദശകം തൊട്ടുള്ള പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊരുമിച്ച് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചൊല്ലാനുള്ളത് 61ാമത്തെ ദശകം. 61ാമത്തെ ദശകത്തിൽ പറയുന്നത് വിപ്രപത്നി അനുഗ്രഹമാണ്. ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും വംശസ്ഥം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ ഹൃദന്ധരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ ഹൃദന്ധരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. 61ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു അല്ലേ, ഭഗവാൻ ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ ദശകത്തിൽ പറയുന്നത് വിപ്രപത്നി അനുഗ്രഹമാണല്ലോ. ഈ ദശകം ബ്രാഹ്മണ പത്നിമാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ഈ ദശകത്തിൻ്റെ പ്രമേയം. അപ്പോൾ ഈ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് അതിന് ശേഷം എന്ന് പറയുന്നു. അപ്പോൾ ഗോപസ്ത്രീകളെയൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷം ഭഗവാൻ ഈ വൃന്ദാവനത്തിൽ നിന്നും കുറച്ചകലെയുള്ള, കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ, വൃന്ദാവനത്തിൽ നിന്നും കുറച്ചകലെയുള്ള വനപ്രദേശത്തിലുള്ള ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഗോപന്മാരോടും ഗോക്കളോടും ഒപ്പം പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും ഒക്കെ കൂട്ടി അവരുടെ കൂടെ ആ വനത്തിലേക്ക് യാത്രയായി എന്നാണ് ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഭക്തജനപ്രിയനാണ് ഭഗവാൻ അല്ലെ, ഭക്തവത്സരനാണ്. അപ്പോൾ ഈ ഗോപസ്ത്രീകളെ ഭഗവാൻ എങ്ങനെയാണോ അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകളെയും അനുഗ്രഹിക്കണം എന്ന് കരുതി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള ഗോപബാലന്മാരുടെയും ഗോക്കളുടെയും ഒപ്പം ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്നും അല്പം ദൂരെയുള്ള വനത്തിലേക്ക് യാത്രയായി എന്നുള്ളതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുതിതം തൃഷാകുലം അധൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായതാൻ. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുതിതം തൃഷാകുലം അധൂരഥോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായതാൻ. 2ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അവർ ആ വനത്തിൽ എത്തിച്ചേർന്നു. 1ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് വനത്തിലേക്ക് പുറപ്പെട്ടു എന്നാണല്ലോ. 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ അവർ വനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഈ ദൂരമുള്ള യാത്രയാണ് പറഞ്ഞു അല്ലേ, വൃന്ദാവനത്തിൽ നിന്നും അല്പം അകലെയാണ് ഈ വനം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂരെ കൂടുതലുള്ള ഈ യാത്രയിൽ കൂടെയുള്ള കുട്ടികളൊക്കെ, ഭഗവാന്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ നന്നേ ക്ഷീണിച്ചു. അവരൊക്കെ അവശരായി, വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് വല്ലാതെ വലഞ്ഞു. അപ്പോൾ ഭഗവാൻ നിൽക്കുന്ന ആ വനപ്രദേശത്തിന് അടുത്തായി തന്നെ കുറച്ച് ബ്രാഹ്മണർ ഒരു യാഗം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂടെയുള്ള കുട്ടികളോട് ഭഗവാൻ പറഞ്ഞു,
അവിടെ പോയിട്ട് ആ ബ്രാഹ്മണരോട് വിശക്കുന്നു എന്നറിയിച്ച് അല്പം ഭക്ഷണം അല്ലെങ്കിൽ അല്പം ചോറ് അപേക്ഷിക്കാനായിട്ട് പറഞ്ഞ് ഈ കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. വനപ്രദേശത്തെത്തി, അവിടെ വീടും പരിസരവും ഒന്നുമില്ല, അടുത്തൊന്നും, വനത്തിലാണ്, കാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൂടെയുള്ള കുട്ടികളൊക്കെ വിശപ്പും ദാഹവും ഒക്കെ കൊണ്ട് തളർന്നു. അപ്പോൾ ഇവർ നിൽക്കുന്നതിന് കുറച്ചടുത്തായിട്ട് തന്നെ യജ്ഞത്തിൽ അല്ലെങ്കിൽ യാഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണരുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞു, ആ യജ്ഞം നടത്തുന്ന ബ്രാഹ്മണരുടെ അടുക്കൽ ചെന്ന് അല്പം ഭക്ഷണം യാചിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവരെ പറഞ്ഞയക്കുന്നതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. ഗതേഷ്വതോത്തേഷ്വഭിധായത്തെ ഭിതാം കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂചുശ്ച മഹീസുരോത്തമാ ഗതേഷ്വതോത്തേഷ്വഭിധായത്തെ ഭിതാം കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂചുശ്ച മഹീസുരോത്തമാ. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ അവര് ആ കുട്ടികൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ബ്രാഹ്മണരുടെ അടുക്കൽ ചെല്ലുകയാണ്. അങ്ങനെ ചെന്നിട്ട് ആ കുട്ടികൾ ആ ബ്രാഹ്മണരോട് ചോദിക്കുകയാണ്. അതും ഭഗവാന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്പം ഭക്ഷണം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയാണ്, ആ ബ്രാഹ്മണര് കേൾവിയിലും വേദത്തിലും, അതായത് ശ്രുതിയിലും വേദത്തിലും ഉറച്ചവരാണെങ്കിലും ഇങ്ങനെയുള്ളൊരു ചോദ്യം അവർ കേട്ടതേ ഇല്ല എന്നുള്ള ഭാവത്തിലിരുന്നു. അതായത് അഭിനയിച്ചിരിക്കുകയാണ്. അവർ കേട്ടു, പക്ഷെ കേൾക്കാത്ത ഭാവത്തിലിരുന്നു, ഒന്നും പറഞ്ഞതുമില്ല എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതായത് കുട്ടികളിങ്ങനെ ചെന്നു, എന്നിട്ട് പ്രഭുവായിട്ടുള്ളവനെ അങ്ങയുടെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ആ ബ്രാഹ്മണരോട് അല്പം ഭക്ഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ ആ ബ്രാഹ്മണര്, അവർക്ക് കേൾവിക്കൊരു കുറവുമില്ല, വേദത്തിലും നല്ല ജ്ഞാനമുണ്ട്, കേൾവിയിലും വേദത്തിലും അവർ ഉറച്ചവരാണ്. അങ്ങനെ ഉറച്ചവരെങ്കിലും ഈ കുട്ടികൾ ചോദിച്ചത് കേൾക്കാത്ത ഭാവത്തിലിരുന്നു. അവർ കേട്ടു, എങ്കിലും കേട്ടില്ല എന്ന് അഭിനയിച്ചിട്ട് ഇരുന്നു, ഒന്നും തിരിച്ച് മറുപടി പറഞ്ഞതുമില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. അനാഥരാത് കിന്നദിയോ ഹി ബാലക സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുര കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യത്തെ. അനാഥരാത് ഖിന്നധിയോ ഹി ബാലക സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുര കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യത്തെ. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ആ കുട്ടികൾ നിരാശരായിട്ട് മടങ്ങിപ്പോന്നു ഭഗവാന്റെ അടുക്കിലേക്ക്. തങ്ങളുടെ വാക്ക് ബഹുമാനിക്കപ്പെട്ടില്ല എന്നുള്ള നിരാശയോടുകൂടി ആ കുട്ടികൾ തിരിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോന്നു. അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയാണ്, അവർ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അപ്പം ആ യജ്ഞം കൊണ്ട് അവർ കർമ്മനിരതരാണ്, പക്ഷെ അവർ അഭക്തന്മാരാണ്, ഭഗവാനോട് ഭക്തിയുള്ളവരാണ്. ഭക്തിയുള്ള ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളിലൂടെ ഭഗവാനിലേക്ക് അന്നം എത്തിച്ചു കൊടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഭക്തന്മാർക്ക് മാത്രമേ അന്നദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ഭട്ടതിരിപ്പാട് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ, ആ കുട്ടികൾ ബ്രാഹ്മണരൊന്നും പറയാത്തത് കാരണം നിരാശരായിട്ട് മടങ്ങി. തങ്ങളുടെ വാക്കുകൾക്ക് ബഹുമാനമില്ല എന്ന് തോന്നിയിട്ടാണ് അവർ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് മടങ്ങിയെത്തുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയാണ്, യജ്ഞത്തിൽ കർമ്മനിരതരായിട്ടുള്ള അഭക്തന്മാരായിട്ടുള്ള ആ ബ്രാഹ്മണർക്ക് ഒരിക്കലും ഭഗവാനിലേക്ക് അന്നം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല, അഭക്തന്മാരായിട്ടുള്ള അവർക്ക് അതിന് കഴിയുകയില്ല എന്ന് ഭട്ടതിരിപ്പാട് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം.
നിവേദയദ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാസ്തേ ധാരകാദാരജനം യയാചിരേ നിവേദയദ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാസ്തേ ധാരകാദാരജനം യയാചിരേ. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ആ ഇടയക്കുട്ടികളൊക്കെ വന്ന് പറഞ്ഞതൊക്കെ കേട്ടു. ബ്രാഹ്മണരെ കാണിച്ച അനാദരവൊക്കെ ഭഗവാൻ മനസ്സിലാക്കി. അപ്പോൾ ഭഗവാൻ ആ കുട്ടികളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നെ പറ്റി ആ ബ്രാഹ്മണ പത്നിമാരോട് പോയി പറയുക. അതായത് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ആ ബ്രാഹ്മണ പത്നിമാരോട് കൂടി പോയി പറയുക. ആ ബ്രാഹ്മണ പത്നിമാര് ദീനന്മാരിലും ബാലന്മാരിലുമൊക്കെ ദയയുള്ളവരാണ്. പാവപ്പെട്ടവരെ കണ്ടാലും കുട്ടികളിലുമൊക്കെ ഒരുപാട് സ്നേഹമുള്ളവരാണ്. അപ്പോൾ അവരെ കണ്ട അവർ കാരുണ്യവതികളാണ്, അവർ ദയാലുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് അന്നം തരും എന്ന് പുഞ്ചിരി തൂകി ആർദ്രതയോടുകൂടി വാത്സല്യത്തോടുകൂടി ഭഗവാൻ ആ കുട്ടികളോട് പറയുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. എന്നെ പറ്റി ആ ബ്രാഹ്മണ പത്നിമാരോട് പോയി പറയുക എന്ന് ഭഗവാൻ കുട്ടികളോട് പറഞ്ഞയക്കുകയാണ്. ദീനന്മാരിലും ബാലന്മാരിലും ദയയുള്ളവരാണ്, കാരുണ്യവതികളാണ് ബ്രാഹ്മണ പത്നിമാർ. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഭക്ഷണം വേണമെന്ന് പറയാനായിട്ട് പറയുകയാണ്. അതെങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞത്? പുഞ്ചിരി തൂക്കിക്കൊണ്ട് വളരെ ആർദ്രതയോടും വാത്സല്യത്തോടു കൂടിയുമാണ് ഭഗവാൻ കുട്ടികളോട് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യത ചിരം ധൃത ത്വത് പ്രവിലോകനാഗ്രഹ സ്വകർനിരുദ്ധ അപി തൂർണമായയു. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യത ചിരം ധൃത ത്വത് പ്രവിലോകനാഗ്രഹ സ്വകർനിരുദ്ധ അപി തൂർണമായയു. ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ഇടയ കുട്ടികൾ ചെന്നിട്ട് ഭഗവാന്റെ പേര് പറയാണ് ആ ബ്രാഹ്മണ പത്നിമാരോട്. അപ്പോൾ ആ ബ്രാഹ്മണ പത്നിമാരെ നമ്മൾ ഈ ദശകത്തിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ, ഭഗവാന്റെ മേൽ അത്രയധികം ഭക്തിയുള്ളവരാണ് ഈ ബ്രാഹ്മണ സ്ത്രീകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പേര് കേട്ടപ്പോൾ അവർക്ക് ആകെ പരിഭ്രമമായി. നമുക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അത്രയും നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൈ ഓടില്ല കാലും ഓടില്ല അല്ലേ, എന്തൊക്കെയാണ് ഒരുക്കി കൊടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് ആകെ കൂടി ഒരു വെപ്രാളമായിരിക്കും. അത് തന്നെയാണ് ആ ബ്രാഹ്മണ സ്ത്രീകളുടെ കാര്യത്തിലുണ്ടായത്. ആകെ കൂടി ഒരു പരിഭ്രമമായി. പക്ഷെ എന്നാലും ഭഗവാൻ വന്ന് ചോദിച്ചതല്ലേ, എന്താ കൊടുക്കുക എന്നുള്ളതും ഒരു ഇതാണല്ലോ. ഒക്കെ കൂടി ഇങ്ങനെ ധൃതിപ്പെട്ട് സ്വാദുള്ള 4 കൂട്ടം കറികളും ചോറും ഒക്കെ തയ്യാറാക്കിയിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് തടയാനായിട്ട് അവരുടെ ഭർത്താക്കന്മാർ വന്നു എന്നാണ് പറയണത്. ഭർത്താക്കന്മാരൊക്കെ വന്ന് ഇടയിൽ നിന്നു, അന്ന് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷെ എങ്കിലും ആ ബ്രാഹ്മണ സ്ത്രീകൾ അവർ തടഞ്ഞുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ വേഗം ഭഗവത് സമീപത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ആ ഇടയ കുട്ടികളെ ചെന്ന് ബ്രാഹ്മണ സ്ത്രീകളോട് ഭഗവാന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവർ വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഭഗവാൻ. അത്രയധികം ഭഗവാനോട് ഭക്തിയുള്ളവരാണ് ആ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ വേഗം പരിഭ്രമിച്ച് സ്വാദുള്ള 4 കൂട്ടം കറികളും ചോറും ഒക്കെ തയ്യാറാക്കിയിട്ട് വേഗം തിടുക്കത്തിൽ ഭർത്താക്കന്മാരാൽ തടയപ്പെട്ടുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഓടി ഭഗവത് സമീപത്തെത്തി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. വിലോലപിഞ്ചം ചികുരേകഭോലയോ സമുല്ലസത്കുണ്ഡലമാർദ്രമീക്ഷിതേ നിദായ ബാഹും സുഹൃതം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാ. വിലോലപിഞ്ചം ചികുരേകപോലയോ സമുല്ലസത്കുണ്ഡലമാർദ്രമീക്ഷിതേ
കുണ്ടലമാർദ്രമീക്ഷിതേ നിതായ ബാഹും സുഹൃതം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാ. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ ബ്രാഹ്മണ സ്ത്രീകൾ ഭക്ഷണമായിട്ട് ഭഗവാന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഭഗവാനെ അവർ കാണുന്നത് എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മയിൽപീലി ഇങ്ങനെ ഇളകി ആടുന്ന മുടി അല്ലെ, മയിൽപീലി കുത്തിയിട്ടാണല്ലോ ഭഗവാൻ നടക്കുക. അപ്പോൾ ആ മയിൽപീലി ഇങ്ങനെ മയിൽപീലി അണിഞ്ഞിട്ടുള്ള ഇളകുന്ന മുടി, ഒപ്പം ഈ മകരകുണ്ടലങ്ങൾ അണിയുമല്ലോ ഭഗവാൻ, അതിൻ്റെ ശോഭ ഇങ്ങനെ കവിളിൽ പതിയുന്നുണ്ട്, അതിൻ്റെ തിളക്കം ഇങ്ങനെ കവിളിൽ കാണാം. പിന്നെ പറയാണ് കണ്ണുകളിൽ ആർദ്രതയുള്ളവനും എന്ന് പറയാണ് അല്ലെ. ഭഗവാൻ കാരുണ്യാർദ്ര ഹൃദയനാണ് അല്ലെ. ഭഗവാന്റെ ഹൃദയം എന്ന് പറയുന്നത് അത്രയധികം കാരുണ്യമുള്ളതാണ്. അത് ഭഗവാന്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കും, കണ്ണുകളിൽ ആ തിളക്കം കാണാൻ സാധിക്കും. അപ്പോൾ ആർദ്രതയുള്ള ആ കണ്ണുകളും ഒക്കെ കണ്ടു. ഒപ്പം എങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത്? ഒരു ഉറ്റ സുഹൃത്തിൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ തോളിൽ കൈയും വെച്ച് നിൽക്കുന്ന ഭഗവാനെ അവർ അസലായി തന്നെ കണ്ടു എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. ഇത്രയുള്ളൂ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ആ ബ്രാഹ്മണ സ്ത്രീകൾ ഭക്ഷണമായിട്ട് വരുമ്പോൾ ഭഗവാനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് വിവരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളകുന്ന മയിൽപീലി അണിഞ്ഞിട്ടുണ്ട്, മുടിയിൽ ഇങ്ങനെ ഇളകുന്ന മയിൽപീലി ഉണ്ട്. ഒപ്പം ആ മകരകുണ്ടലങ്ങളുടെ ശോഭ ഇങ്ങനെ കവിളിൽ പതിയുന്നുണ്ട്. കാരുണ്യം തുളുമ്പുന്ന ആർദ്രതയുള്ള കണ്ണുകൾ ഒക്കെ ഉണ്ട് ഭഗവാൻ. ആ ഭഗവാൻ എങ്ങനെ നിൽക്കുന്നത്? ഒരു ഉറ്റ സുഹൃത്തിൻ്റെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ ആ സ്ത്രീകൾ അസലായി തന്നെ കണ്ടു എന്ന് പറയുകയാണ്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. തഥാ ച കാചിത് ത്വതുപാഗമോധ്യത ഗൃഹീതഹസ്താദയിതേന യജ്വനാ തഥൈവ സംചിന്യ ഭവന്ധമഞ്ജസാ വിവേശ കൈവല്യമഹോകൃതിന്യസൗ. തഥാ ച കാചിത് ത്വതുപാഗമോധ്യത ഗൃഹീതഹസ്താദയിതേന യജ്വനാ തഥൈവ സംചിന്യ ഭവന്ധമഞ്ജസാ വിവേശ കൈവല്യമഹോകൃതിന്യസൗ. എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാന്റെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഒരു ബ്രാഹ്മണ സ്ത്രീ ഇതുപോലെ ഭഗവാന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഭർത്താവ്. യാഗം ചെയ്തുകൊണ്ട് തന്നെ അവളുടെ കൈക്ക് കയറി പിടിച്ച് അവളുടെ യാത്ര തടസ്സപ്പെടുത്തി. അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് തടഞ്ഞു എന്നാണ് പറയുന്നത്. ആ തടഞ്ഞ സമയത്ത് ഭഗവാന്റെ അടുക്കലേക്ക് എത്താനുള്ള അത്രയും അതിയായിട്ടുള്ള മോഹം കൊണ്ടാണല്ലോ വന്നത്. അപ്പോൾ വളരെ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി അവൾ ഭഗവാനെ ധ്യാനിച്ചു. ആ സമയത്ത് ആ നിമിഷം തന്നെ അവൾക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇത് അവൾ ഭാഗ്യവതി തന്നെ, ഇത് ആശ്ചര്യം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് പറയാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ എല്ലാ ബ്രാഹ്മണ സ്ത്രീകളും ഭഗവാന്റെ അടുക്കലേക്ക് ചോറും കറികളും എടുത്ത് ചെല്ലുന്ന സമയത്ത് അതിലൊരു ബ്രാഹ്മണ സ്ത്രീയെ യാഗം ചെയ്തുകൊണ്ട് തന്നെ ഭർത്താവ് കൈക്ക് കയറി പിടിച്ചു, പോവണ്ട എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തി. ആ സമയത്ത് ഭഗവാനെ കാണാൻ അതിയായിട്ട് ആഗ്രഹിച്ചു പോവുമായിരുന്നല്ലോ ആ സ്ത്രീ. ആ സമയത്ത് വളരെ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി അവൾ ഭഗവാനെ ധ്യാനിച്ചു. ആ ധ്യാനിച്ച സമയത്ത് തന്നെ അവൾക്ക് മോക്ഷം ലഭിച്ചു. ഇത് ആശ്ചര്യം തന്നെ, അവൾ ഭാഗ്യവതി തന്നെ എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനസ്ത്വതംഗസംഗസ്പൃഹയോജ്യതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചകർത്ത ഭർതॄനപി താസ്വഗർഹണാൻ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനസ്ത്വതംഗസംഗസ്പൃഹയോജ്യതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചകർത്ത ഭർതॄനപി താസ്വഗർഹണാൻ. ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ
ഭഗവാൻ ആ ബ്രാഹ്മണ സ്ത്രീകൾ തന്നിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു. പിന്നെ ആ സ്ത്രീകൾ ഭഗവാന്റെ അംഗസ്പർശം കൊതിച്ചുകൊണ്ടാണ് ഭർത്താക്കന്മാരെ പോലും ഉപേക്ഷിച്ച് ഭക്ഷണം കൊണ്ടുവന്നതെന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അവർ തടഞ്ഞു അല്ലേ, പോവണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു. അതൊന്നും വകവയ്ക്കാതെയാണ് അവർ വന്നത്. അപ്പോൾ ഭഗവാന്റെ അംഗസ്പർശം അവർ മോഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗസ്പർശം സാധ്യമാക്കിയിട്ട് അവർക്ക് ദാസ്യം ചെയ്യാനുള്ള അനുവാദം ഭഗവാൻ കൊടുത്തു. അപ്പോൾ ഭഗവാന്റെ അംഗസ്പർശം അവർക്ക് ലഭിച്ചു എന്ന് സാരം. എന്നിട്ട് അവരെ തിരിച്ച് അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് തന്നെ യാഗം ചെയ്യാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ആ ഭർത്താക്കന്മാരിൽ അവരോടുള്ള അവജ്ഞ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്തു അല്ലെ. ആ ബ്രാഹ്മണര് ഈ കുട്ടികൾ വന്ന് ചോദിച്ചപ്പോൾ അവരെ തിരിച്ച് ബഹുമാനമില്ലാതെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് അല്ലെ. അവരുടെ വാക്കുകളൊന്നും കേട്ട ഭാവം നടിച്ചില്ല. അവരെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ഭാര്യമാര് ഭക്ഷണവും കാര്യങ്ങളുമായിട്ടാണ് പോയി. അപ്പോൾ അവരെ തടയുകയും ചെയ്തിരുന്നു അവര്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ അവരിൽ ഒരു അവജ്ഞ ഉണ്ടാവും. പക്ഷെ ഭഗവാൻ ആ അവജ്ഞയൊക്കെ അവരിൽ ഇല്ലാതാക്കി തീർത്തു. ഭാര്യമാരെ സ്നേഹിക്കുന്നവരാക്കി തീർത്തു, അവരിൽ മതിപ്പുള്ളവരാക്കി തീർത്തു എന്നുള്ളതാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം സ്വീകരിച്ച് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ അംഗസ്പർശം കൊതിച്ച് ഭർത്താക്കന്മാരെ പോലും ഉപേക്ഷിച്ച് വന്ന അവർക്ക് അംഗസ്പർശത്തോടു കൂടി ദാസ്യം ചെയ്യുവാനുള്ള അനുവാദവും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ച് യാഗം ചെയ്യുവാനായിട്ട് ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. ആ ഭർത്താക്കന്മാരിൽ അവരോടുള്ള അവജ്ഞ ഇല്ലാതാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ദശകത്തിലെ അവസാന ശ്ലോകം 10ാമത്തെ ശ്ലോകം ചൊല്ലാം. നിരൂപ്യദോഷം നിജമംഗനാജനേ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജൈർമരുത്പുരാദീശ നിരുന്ധി മേ ഗദാൻ. നിരൂപ്യദോഷം നിജമംഗനാജനേ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതത്വൈസ്തമഭിഷ്ടുതോ ദ്വിജൈർമരുത്പുരാധീശ നിരുന്ധി മേ ഗദാൻ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ആ ബ്രാഹ്മണ സ്ത്രീകൾ മടങ്ങി അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തെത്തി, യാഗത്തിലെത്തി, യാഗമൊക്കെ പൂർത്തിയായി. ആ ബ്രാഹ്മണർക്കാകട്ടെ അവരുടെ തെറ്റ് മനസ്സിലായി. തങ്ങൾക്ക് തീരെ ഭക്തി ഇല്ലായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. തങ്ങളുടെ ഭാര്യമാർ, കേവലമായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ത് ഭക്തിയാണ് എന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഭഗവാനോടുള്ള ഭക്തി അവരിൽ ഉണ്ടാവുകയും ഭഗവാനെ നന്നായിട്ട് സ്തുതിക്കുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 61ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 61ാമത്തെ ദശകത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. മടങ്ങി വന്ന ബ്രാഹ്മണ സ്ത്രീകൾ ആ യാഗവും പൂർത്തിയാക്കി. അതിനുശേഷം ആ ബ്രാഹ്മണർക്ക് തിരിച്ചറിവുണ്ടാകുകയാണ്, തങ്ങൾ എത്ര ഭക്തിയില്ലാത്തവരായിരുന്നു. തങ്ങളുടെ പത്നിമാർക്ക്, കേവലമായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ത് ഭക്തിയാണ്. അപ്പം കേവലമായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ആ സ്ത്രീകളിലാണ് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത്രത്തോളം ഭക്തിയാണ് തങ്ങളുടെ പത്നിമാർക്ക് എന്ന് തിരിച്ചറിയുകയും യാഥാർത്ഥ്യം മനസ്സിലായി, പരമാർത്ഥം മനസ്സിലായി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങ് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. തതശ്ച വൃന്ദാവനതോതിധൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുതിതം തൃഷാകുലം അതൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാജനായതാൻ
गतेष्वतोतेष्वभिदायतेऽभिदां कुमारकेष्वोधनयाचिषु प्रभो श्रुतिस्थिर अप्यभिनिन्युरश्रुतिं न किञ्चिदूचुश्च महीसुरोत्तमा अनाधरात् किन्न धियो हि बालका समाययुर्युक्तमिदं हि यज्वसु चिराधभक्ता खलु ते महीसुरा कथं हि भक्तं त्वयि तैः समर्प्यते निवेदयध्वं गृहिणी जनाय मां दिशेयुरन्नं करुणाकुलायिमा इति स्मितार्द्रं भवतेरिदागतास्ते धारका दारजनं ययाचिरे गृहीतनाम्नि त्वयि सम्भ्रमाकुलाश्चतुर्विधं भोज्यरसं प्रगृह्यता चिरं धृतत्वत्प्रविलोकनाग्रह स्वकर्निरुद्धा अपि तूर्णमाययो विलोलपिञ्जं चिगुरे कपोलयो समुल्लसत्कुण्डलमार्द्रमीक्षिते निदाय बाहुं सुहृतं ससीमनि स्थितं भवन्तं समलोकयन्तता तथा च काचित्त्वतुपागमोध्यता गृहीतहस्तादयितेन यज्वना तथैव संचिन्त्य भवन्तमञ्जसा विवेश कैवल्यमहो कृतिन्यसौ आदाय भोज्यान्यनुगृह्यता पुनः स्वतङ्गसङ्गस्पृहयोच्यतीर्गृहं विलोक्य यज्ञाय विसर्जयन्निमाश्च कर्त भर्तॄनपिता स्वगर्हणान् निरूप्य दोषं निजमङ्गनाजने विलोक्य भक्तिं च पुनर्विचारिभिः प्रबुद्धतत्त्वैस्त्वमभिष्टुतो द्विजैर्मरुत्पुराधीश निरुन्धि मे गदान् सर्वत्र गोविन्दनाम സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 61 ദശകങ്ങൾ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പാരായണത്തിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസൊക്കെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീണ്ടും അടുത്ത ദശകവുമായി 62ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.